ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വിഷയത്തിൽ കാലം തെറ്റിയ മഴ കേരളത്തിനെയും തമിഴ്നാടിനെയും വലിയ ബുദ്ധിമുട്ടിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴ ശരിയായ ഒരു മഴയായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ആസിഡ് മഴ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇടവിട്ട് പെയ്യുന്ന ഈ മഴകൾ, അതായത് കുറച്ച് ദിവസം വെയിലുകളും അതിനുശേഷം ഇതുപോലുള്ള മഴകൾ സംഭവിച്ചു കഴിഞ്ഞാൽ വരുന്ന മഴകളെല്ലാം വലിയ രീതിയിൽ ഈ പരിസ്ഥിതിക്ക് വലിയ ദോഷം ചെയ്യുന്നതായിട്ടാണ് പുതിയ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളും വെള്ളവും കൂടി സംയോജനം നടത്തി അത് ഈ മണ്ണിലേക്ക് പെയ്തിറങ്ങുമ്പോൾ മണ്ണിൻ്റെ എല്ലാ ഗുണങ്ങളെയും നശിപ്പിച്ചുകൊണ്ടുള്ള, അതായത് മണ്ണിൻ്റെ പി എച്ച് നശിപ്പിച്ചുകൊണ്ടുള്ള ആസിഡ് ലെവലിലേക്കുള്ള ഒരു അത് മണ്ണിൻ്റെ മാത്രമല്ല വെള്ളത്തിൻ്റെയും വനങ്ങളുടെയും, വനങ്ങൾ എന്ന് വെച്ചാൽ വനങ്ങളിലേക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന ഈ വെള്ളം ശരിയായ രീതിയിൽ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വനമേഖലയിൽ പോലും നശിച്ച് എല്ലാ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും സംഭവിക്കാൻ പോകുന്ന രീതിയിലായിരിക്കും ഈ മഴയുടെ ഇപ്പോഴുള്ള ഈ പെയ്ത്. കശുവണ്ടി മേഖല തകർച്ചയുടെ വക്കിൽ ഞാൻ 2-3 ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ കുറ്റ്യാട്ടൂർ മാങ്ങ വലിയ പ്രത്യാഘാതം ഈ മഴയുടെ ഇതിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വേനൽക്കാല പച്ചക്കറി ചെയ്യുന്നവർക്കായാലും അങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഈ മഴ വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഈ അമ്ലത്വ ഗുണമുള്ള ഈ മഴ പെയ്തിറങ്ങുമ്പോൾ ആസിഡ് ലെവലുള്ള വാട്ടർ, ആൽക്കലൈൻ ഇതിൽ നിന്ന് കുറഞ്ഞ് ആസിഡ് ലെവലിലേക്ക് പോകുമ്പോൾ പലവിധ ജീവിതശൈലി രോഗങ്ങളും ഇനി വരുന്ന കാലങ്ങളിൽ വർദ്ധിച്ചു വരാനുള്ള അവസ്ഥയും കൂടിയാണ്. ബയോഡൈവേഴ്സിറ്റിയുടെ തകർച്ച അത് വലിയൊരു വെല്ലുവിളിയാണ്. അതായത് വനമേഖലയിലെ വന്യമൃഗങ്ങൾക്ക് പോലും തനതായ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളും അവർക്ക് കിട്ടാത്ത രീതിയിലുള്ള ഇത് ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഈ മഴയിൽ സംഭവിക്കുന്നുണ്ട്. ഹരിതഗൃഹവാതകങ്ങളുടെ അമിതമായ പുറന്തള്ളലുകളും വെള്ളവും കൂടി സംയോജനം നടത്തി വരുന്ന ഈ ഒരു തീവ്രത, ഈ ഒരു വെള്ളത്തിൻ്റെ മാറ്റം വരുംകാലങ്ങളിൽ എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും വലിയ ദോഷമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിന് മനുഷ്യൻ്റെതായ നിരവധി കൈകടത്തലുകൾ ഇതിന് ഉണ്ടായിട്ടുണ്ട്. ആ കൈകടത്തലുകളിൽ കുറച്ചു കൊണ്ടുപോകാൻ വേണ്ടി നാം എല്ലാവരും തയ്യാറായിട്ടില്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സങ്കീർണമായ വശങ്ങൾ വരും കാലങ്ങളിൽ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കും എന്ന് മാത്രമാണ് ഇന്നത്തെ ഈ മഴയുടെ പശ്ചാത്തലത്തിൽ പറയാനുള്ളത്. കാരണം പ്രൊഡക്ടിവിറ്റി, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കേരളത്തെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. തമിഴ്നാടിൻ്റെ എല്ലാ മേഖലയിലും വെള്ളം കയറി അവിടെ കാർഷിക മേഖലയുടെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നമ്മുടെ എത്ര രീതിയിൽ നമ്മുടെ സാധാരണക്കാരെ മാത്രം പിടിച്ചുലക്കുന്ന ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം ഇനി വരുന്ന കാലങ്ങളിൽ മാറാൻ പോകുന്നത്. കശുവണ്ടി മേഖലയിൽ, മലയോര മേഖല ആയിക്കോട്ടെ നാട്ടിൻപുറങ്ങളായിക്കോട്ടെ, കശുവണ്ടി മേഖലയിലുള്ള ഉൽപ്പാദനക്കുറവ്, ഈ വർഷത്തെ ഉൽപ്പാദനക്കുറവ് വലിയ ബുദ്ധിമുട്ടുകളാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. വേനൽക്കാല പച്ചക്കറി ചെയ്യുന്നവർക്ക് ഇനിയും ഇതേപോലെ മഴ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേനൽക്കാല പച്ചക്കറി ചെയ്യുന്ന മേഖലകളിലും ഇത് വലിയ ഒരു കനത്ത വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. നാം കുടിക്കുന്ന വെള്ളം, കിണറിലെ വെള്ളം താഴ്ന്നു പോകുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിലേക്ക് ഈ അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഈ വെള്ളം കൂടി മിക്സ് ചെയ്തുണ്ടാകുമ്പോഴുള്ള അവസ്ഥ, അസിഡിറ്റി, അത് നമ്മുടെ ആന്തരികമായ പല വെല്ലുവിളികളും ഉണ്ടാക്കുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഈ മഴ ഒരു വെല്ലുവിളിയാണ്. ഈ മഴയെ സംബന്ധിച്ച് വളരെ സാവധാനം പെയ്തു പോകുമ്പോൾ അത് അത്രക്കും മണ്ണിൻ്റെ അടിയിലേക്ക് ഊർന്നിറങ്ങുന്ന രീതിയിലുള്ള, അത് വേരുകളിൽ ശരിയായ രീതിയിലുള്ള വളർച്ചയെ, അതായത്
ആൽക്കലൈൻ രീതിയിലുള്ള മണ്ണിൻ്റെ തനത് ഗുണം നശിപ്പിച്ചുകൊണ്ട് അത് ആസിഡ് ലെവലിലേക്ക്, അതായത് മണ്ണിൻ്റെ pHയിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് ചെടികളിലെ നാശം ഉണ്ടാകുന്ന രീതിയിലേക്കും പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നിരവധി വിഷയങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതിന് നാം എങ്ങനെയാണ് ഇത് ഇനി കുറച്ച് കൊണ്ടുവരാനുള്ള അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഏത് രീതിയിലാണ് നമുക്ക് വെല്ലുവിളിയാവുന്നതെന്നാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ അടുത്ത ജനറേഷനിലേക്ക് എത്തിക്കുക. ഹരിതവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വിഷയത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.